ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മാരക റിസൾട്ട് ഒന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റി. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്ത് ഞാൻ കണ്ടു. ഇനിയിപ്പോ ആ കൂട്ടത്തിൽ എന്റെ കൂടെ ആവട്ടെ ജാനി. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയായാലും ഒരു 30,000-50,000 രൂപ അതിന് കിട്ടാതിരിക്കത്തില്ല. അതിൽ ജാസ്മിൻ്റെ ഒരു ഫോളോവേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ 1 ലക്ഷം രൂപയോളം വരെ കിട്ടാം ചാൻസ് കൂടുതലാണ്. ബിഗ് ബോസ് ഫെയിം ഒക്കെ ഉള്ളതാകുമ്പോൾ ചിലപ്പോൾ 1 ലക്ഷം രൂപയോളം കിട്ടും. പുള്ളിക്കാരി ഇത് മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ പൊന്നു ജാസ്മിനെ, നീ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. നീ ഏതൊക്കെ ടിപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, എങ്ങനെ കരിഞ്ഞിരിക്കുന്നവരെ ഒളിപ്പിക്കാനൊക്കെ നോക്കുന്ന ബുദ്ധികളെല്ലാം നിന്റെ ഇരിപ്പോഴും നിനക്ക് ഈ മാജിക് സോപ്പിൻ്റെ ആവശ്യമുണ്ടോ? മാജിക് സോപ്പിൻ്റെ ഒരു വിഷയം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, ഒരു മനുഷ്യരും കണ്ടിട്ടില്ല. പക്ഷേ രേണുസുതി വിഷയങ്ങളൊക്കെ ആണെങ്കിൽ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഗുമ്മുമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും നിനക്ക് വേറെ വിഷയങ്ങളൊന്നും ഇല്ലടാ ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം നമ്മളിടുന്ന സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നിന്നെപ്പോലുള്ളവരൊക്കെ ഇരുന്നൊന്ന് കാണും. ഓക്കെ, ഇന്നലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്തായാലും ഒന്ന് സബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഒന്ന് ലൈക്ക് അടിച്ച് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തൊന്ന് വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ജാസ്മിൻ സംബന്ധമായിട്ടുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യത്തിലൊക്കെ ചേച്ചി വന്ന് ചാടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിനക്ക് ജാസ്മിനെ കണ്ടോളൂ എന്ന്. ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള മിക്ക ആൾക്കാർ, ഈ പറയുന്ന അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ഞാൻ എന്താ പറയണ്ടേ, കുറേ ആൾക്കാർ, കുറേ പേര് ഞാൻ വിട്ടുപോയി, ഒരുപാട് ആൾക്കാർ ബിഗ് ബോസ് ഫെയിമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടൊക്കെയാണോ നിങ്ങൾക്ക് ഈ സൗന്ദര്യം നിലനിൽക്കുന്നത്? അറിയാൻ വയ്യാത്തോട്ട് ചോദിക്കുകയാണ്. പിന്നെ ഇത് ഏതെങ്കിലും ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് പറയണേ, എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. 7 ദിവസം കൊണ്ടൊക്കെ ഇത് വെളുക്കുവാണെങ്കിൽ എത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും ചേച്ചി പറ. സ്കിൻ എക്സ്ഫോളിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ സോപ്പ് സ്കിന്നെ ഡാമേജ് ചെയ്യാതെ വളരെ ജെന്റിലായി ചെയ്യും. ഈ സോപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ഡുവൽ ടെക്സ്ചർ ആട്ടോ വരുന്നത്. അതിന്റെ റഫ് സൈഡ് നമ്മുടെ ടാൻ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ജെന്റിലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നമ്മുടെ ഡെഡ് സ്കിൻ മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ സോഫ്റ്റ് സൈഡ് അത് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നറിഷ് ചെയ്ത് സോഫ്റ്റ് ആക്കി ഫ്രഷ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കും. പ്രീമിയം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാൻഡൽവുഡ്, സാഫ്രോൺ, കോക്കനട്ട് ഓയിൽ, ഗോഡ് മിൽക്ക് തുടങ്ങിയവയാണ് ഈ മാജിക് സോപ്പിൽ അടങ്ങിയിട്ടുള്ളത്. ഗോഡ് മിൽക്ക്, ആട്ടുംപാൽ, ഈശ്വര ഇവിടെ ആട്ടുംപാൽ കുടിക്കൂ, ആട്ടുംപാൽ കുടിക്കുമെന്ന് എന്തൊക്കെയാണ് നീ പറയുന്നത്? ഈ ആട്ടുംപാലൊക്കെ കിട്ടുമോ നോക്കി ഈ സോപ്പിനകത്ത്? എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു കേട്ടോ. അവിടെ ആട്ടുംപാൽ കുടിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ അതിൽ, ഫുൾ ടൈം ആട്ടുംപാൽ കുടിയാണ്. എന്നിട്ട് കാന്താരി മുളകൊക്കെ അരച്ചുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ. ഓക്കെ, എന്തായാലും ജാസ്മിൻ തള്ളു കേൾക്കട്ടെ. പിന്നെ ഫ്രാഗ്രൻസ് സൂപ്പർ റിഫ്രഷിംഗ് ആണ്. ഇത് യൂസ് ചെയ്താൽ പിന്നെ പെർഫ്യൂം പോലും വേണ്ടി വരില്ല കേട്ടോ. ഇനിയിപ്പോ 1-2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും വന്നില്ല എന്ന് ആരും പരാതി പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മാജിക് പോലെ റിസൾട്ട് വരും. എനിക്ക് വന്ന പോലെ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ജാസ്മിന് ഇതൊക്കെ തേച്ചിട്ടാണ് വന്നത്. എന്നാലും പരസ്യം ചെയ്യും, പുള്ളിയുടെ പ്രൊമോഷൻ അല്ലേ, ചെയ്യ്. സ്റ്റബോൺ ആയിട്ടുള്ള ടാനിങ് ഓൺലൈനിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 20-25 ഡേയ്സ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അടിപൊളി വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ചാനൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. ഞാൻ ചുമ്മാ ഒന്ന് ജാസ്മിന് കമന്റിട്ടായിരുന്നു, ഒരു തീയായിട്ടുള്ളൂ. ജാസ്മിൻ എനിക്ക് പേഴ്സണലി ഈ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ് കേട്ടോ ഇത് കിട്ടുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, എന്തായാലും നല്ലതാണ്. ഇനി നമ്മുടെ നടി അമല പോൾ വെച്ച് തരാം. വർഷങ്ങളായിട്ടുള്ള ഈ ടാൻ DIY മാസ്ക് വെച്ചിട്ട് എന്റെ ചേച്ചി സിനിമയിലൊക്കെ നല്ല അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇതുപോലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടി? ഇത് എന്താണ്, എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് വല്ല അറിയോ? യൂസ് ചെയ്ത ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇത് തേക്കുമ്പോൾ ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യത്തില്ലേ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, കുറച്ച് എളുപ്പം കാര്യങ്ങളൊക്കെ തോന്നും. പിന്നെ അങ്ങോട്ടൊരു മാങ്ങാത്തൊലിയും കാണത്തില്ല. ഇതിങ്ങനെ തേച്ചിട്ട് ഒരു റിസൾട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഡോക്ടർമാരെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും കോമഡിയാവും. പാടാണ്. അത് മാത്രമല്ല ഡെയിലി അത് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഗെറ്റ്സ് മെസ്സി ആൻഡ് കുറച്ച് ഇൻകൺവീനിയന്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അടിപൊളി പ്രാക്ടിക്കൽ നല്ല റിസൾട്ട് തരുന്ന ഒരു സൊല്യൂഷൻ വന്നത്. ഹെയർ സോപ്പ് ഹാൻഡ് മെയ്ഡ് ആണ്, അതിന്റെ മാജിക് സോപ്പ് ആണിത്. ഇത് ഒരു 2 weeks ആയി ഞാൻ യൂസ് ചെയ്യുന്നു. ആൻഡ് ഗൈസ് ഐ ആം ആക്ച്വലി സീയിങ് ഗുഡ് റിസൾട്ട്. ടാൻ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഈ മാജിക് സോപ്പിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ടെക്സ്ചർ ആണ് 2 സൈഡിലും. ദിസ് സൈഡ് ഇസ് എ ബിറ്റ് റഫ്, സോ അത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. ആൻഡ് ഈ വശം ഇത് സ്മൂത്ത്, സോ ഇത് മോയ്സ്ചറൈസ് ചെയ്യും. ബൈ ദ വേ, നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കാനിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂം വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സോപ്പിന്റെ ഫ്രേഗ്രൻസ് അടിപൊളിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് രക്തചന്ദനം, കുങ്കുമപ്പൂവ്, ആട്ടുംപാല്, പിന്നെ നല്ല വെളിച്ചെണ്ണ, ഓൾ ഓർഗാനിക് പ്രീമിയം ഇൻഗ്രീഡിയൻസ് ദാറ്റ് മേക്സ് ദ സോപ്പ് സ്മെൽസ് ഡിവൈൻ. ഗഡ് സോപ്പിന്റെ ഈ മാജിക് സോപ്പ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് സി ഐ ആം ജസ്റ്റ് സ്റ്റോക്കിംഗ് ഇറ്റ് ഔട്ട് ഫോർ മൈ ഫേവറേറ്റ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ അമല പോളിന്റെ പരസ്യമൊക്കെ കണ്ടില്ലേ? ഇവർക്കൊക്കെ ഇത്ര ദാരിദ്ര്യമാണെന്ന് പോലും ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തെലുങ്ക് നടിയുടെ വെച്ച് തരാം ഞാൻ. నేను ఈ సోప్ గత 15 రోజుల నుంచి కంటిన్యూస్ గా వాడుతున్నాను. రిజల్ట్స్ నిజంగా సర్ప్రైజింగ్ గా ఉంది. మీరు కూడా ఇవన్నీ నమ్ముతున్నారా? 1 డే కాదు, 1 month కాదు, మీరు 1 year వాడినా మీ పిగ్మెంటేషన్ ఈ సోప్ వల్ల పోదు. మీ పాకెట్ మాత్రం ఖాళీ అయిపోతుంది. సోప్స్ అనేది కేవలం మన స్కిన్ ని క్లీన్ చేయడం మాత్రమే చేస్తుంది. అంతేగాని పిగ్మెంటేషన్, పింపుల్స్ అనేది మన స్కిన్ డీప్ లో ఉన్న కండిషన్.
అండ్ ఈ పిగ్మెంటేషన్ అనేది యూవీ డ్యామేజ్ వల్ల జరుగుతుంది. అది కేవలం ఒక సోప్ అనేది ఎలా రిమూవ్ చేస్తుంది? సో దయచేసి ఇలాంటి స్కామ్స్ కి మీరు పడద్దు. అండ్ అంతేకాకుండా ఈ సోప్ వెనకాల స్క్రబ్బింగ్ కూడా ఉంది. మీరు అలాంటి సోప్స్ యూజ్ చేసినట్టయితే మన స్కిన్ మీద ఉండే న్యాచురల్ బ్యారియర్ కూడా డిస్టర్బ్ అయ్యి స్కిన్ డ్రైగా, సెన్సిటివ్ గా, ఇంకా పిగ్మెంటేషన్ డెవలప్ అయ్యే ఛాన్సెస్ ఉంటాయి. సో మీ డబ్బులు ఇలాంటి సోప్ మీద അസ്സൽ വേസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഡോക്ടറിൻ്റെയും കൂടെ റിവ്യൂ കേട്ടല്ലോ. ഇത് അത്ര നല്ലതല്ലെന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്, ഞാൻ അത് വെച്ച് തരാം. ഉപയോഗിച്ച ഒരാളായിരിക്കും സയന്റിഫിക് അനാലിസിന് ശേഷം. അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഉള്ള എൻ്റെ ഒരു റിവ്യൂ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ A to Z ഡീറ്റെയിൽസ് കിട്ടും. ഇത് വാങ്ങണോ വേണ്ടോ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ആദ്യം തന്നെ ഇവരെ സോപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഐ ഹാവ് എ PhD ഇൻ റിമൂവിംഗ് ടാൻ അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ടാൻ എന്ന് പറയുന്ന ആ ഒരു കോട്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ PhD എന്ന് പറയുന്ന സാധനം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡിഗ്രിയാണ്. അതായത് ഒത്തിരി വർഷത്തെ ഒരാളുടെ ഹാർഡ് വർക്ക് റിസർച്ചിനൊക്കെ ശേഷം കിട്ടുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഒരു സോപ്പിന് കൊടുക്കാൻ പറ്റുന്നതല്ല, അതൊരു മനുഷ്യനെ കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഈ സോപ്പിന് PhD കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സോപ്പ് പോയി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചെടുത്ത സാധനമാണെന്നാണ് അർത്ഥം. വിച്ച് ഇസ് നോട്ട് പോസിബിൾ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ഇത് അവരുടെ ആ സോപ്പിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ ഈ ആൾക്കാരെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എന്റെ സോപ്പ്, ഈ സോപ്പ് ഗർ സോപ്പ് എന്ന് പറയുന്ന സോപ്പ് ടാൻ റിമൂവലിൽ ഒരു അഗ്രഗണ്യനാണ്, അഥവാ എന്തോ ഒരു എക്സ്പേർട്ട് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഹാവ് എ PhD ഇൻ ടാൻ റിമൂവൽ അല്ലെങ്കിൽ റെഡ്യൂസിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സോ ആൾക്കാരെ മനസ്സിലേക്ക് ആ ഒരു എക്സ്പേർട്ട് ആണെന്ന് ഉള്ള ഒരു ഇംപ്രഷൻ കുത്തിവെക്കാൻ വേണ്ടിയിട്ട്, വിച്ച് ഇസ് നോട്ട്. ശരിക്കും അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈൻ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു ലൈൻ തന്നെയാണ്. കാരണം ആൾക്കാരെ മനസ്സിലേക്ക് ഇല്ലാത്ത ഒരു പ്രതീക്ഷ തരുന്ന ഒരു ലൈനാണ്. അതങ്ങനെ കൊടുക്കാൻ പാടില്ല ശരിക്കും അഡ്വർടൈസ് ചെയ്യാന്ന് പറഞ്ഞാണെങ്കിൽ. എനിവേ അവരുടെ സോപ്പിന്റെ പെട്ടിയിൽ ഫസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന സാധനം തന്നെ അവർ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ലൈനാണ്, അല്ലാതെ ഒരു ഉള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലായത്. ഈ കാലത്ത് എല്ലാം മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളാണെങ്കിൽ പോലും മരുന്ന് വരെ കച്ചവടം അവിടെ നടത്തുന്നത്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ട് ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ പോയി കിട്ടും എന്ന് പറയും. ഇവർ ആ മെഡിക്കൽ സ്റ്റോറുമായിട്ട് ഒരു ചെറിയ ടൈപ്പും കാര്യങ്ങളൊക്കെ കാണും. അറിയാമല്ലോ, എല്ലാം ഈ ലോകത്ത് മൊത്തം ബിസിനസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്. ഇന്ന ഒരു മരുന്ന് ഇവിടെ ഇറക്കണമെങ്കിൽ, ഇന്ന രോഗം വേണമെങ്കിൽ സൃഷ്ടിക്കാൻ പോലും കഴിവുള്ള ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിതൊക്കെ പറയുമ്പോൾ ഇവനെന്ത് തേങ്ങയെ പറയുന്നതെന്ന് പറയും. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒരു വലിയൊരു ഒരു മഴ പെയ്യിക്കാന്ന് വെച്ചോ, ഒരു ഐസ് മഴ, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അത് പെയ്യിപ്പിച്ചാണെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇവന് വട്ടാണെന്ന് പറയും. അതുകൊണ്ടാണ് പരമാവധി കാര്യങ്ങളൊക്കെ വിഴുങ്ങിപ്പോകുന്നത്. ചില കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിക്കാൻ പോലും പറ്റും. മനസ്സിലായോ? അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ അതൊരു രോഗമായിട്ട് വരാം. അതിൻ്റെ മരുന്ന് ഇവന്മാരെ കൊടുക്കും. ഒരു പ്രശ്നം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനും അവന്മാർ കണ്ടെത്തി കഴിയും. ഇപ്പോൾ ഞാനൊരു ഐസ് മഴ പെയ്തു, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു രോഗം വരുന്നു. അപ്പോൾ ഇവർ തന്നെ ഇന്നൊരു മരുന്നുണ്ട്, ഇന്ന മരുന്ന് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ മരുന്ന് എന്തെടുക്കും, വിപണിയിൽ ഇറക്കും, കച്ചവടം നടത്തും. അപ്പോൾ അവർക്ക് ലാഭമായില്ലേ? രോഗങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തല്ല പലയിടത്തും നടക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം എൻ്റെ ഓഡിയൻസിന് അതൊന്നും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാവുമായിരിക്കാം ചില വിഷയങ്ങൾ വരുമ്പോൾ. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകം സേവ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നു എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് ഒരു വിഷയം വരുമ്പോൾ ഞാനിത് സൈഡിൽ വെച്ച് സംസാരിക്കും. ഓക്കെ, അന്ന് ഞാൻ കറക്റ്റായിട്ടെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ ഇനി ഞാൻ സംസാരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ ഒരു മാജിക് സോപ്പ് ആരും യൂസ് ചെയ്യാതിരിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇവരൊക്കെ ഫേമായിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകണം. ഇവർ കുറച്ച് പൈസ മേടിച്ചിട്ട് ചെയ്യുന്നൊരു പരിപാടി, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇവർക്കെതിരെ സംസാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ അറിയാത്ത കുറച്ച് പേര് വേറെ എന്തെങ്കിലും ഇത് സയന്റിഫിക് ആയിട്ട് എന്തൊക്കെ ഉണ്ട്, ഇതിന് ഭയങ്കര എക്സ്പെർട്ട് ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് ഇതിന് അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലെയിം തന്നെ ഇല്ല. ഓക്കെ, എന്തായാലും ഞാൻ അന്വേഷിച്ചിട്ട് അവരുടെ വെബ്സൈറ്റോ എവിടെയും തന്നെ അങ്ങനെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിസർച്ച് എവിഡൻസോ ഒന്നും തന്നെ ഇല്ല. സോ അപ്പോൾ അതിലേക്ക് രണ്ടാമത്തെ ക്ലെയിമിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും മെയിൻ സാധനം ടാൻ റിമൂവ് ചെയ്യോ, 1 വാഷിലൊക്കെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഈ കാര്യം ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ ടാൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ അറിയണം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒത്തിരി വീഡിയോസിലായിട്ട്. ടാൻ എന്ന് പറയുന്നത് ഒരു ചെടിയല്ല. അതായത് ഇവർ ഈ മാർക്കറ്റിന് വേണ്ടി കാട്ടുന്ന പോലെ കഴുകി കളയാൻ പറ്റുന്ന ഒരു ചെടിയോ കാര്യങ്ങളോ അല്ല. നമ്മുടെ സ്കിൻ ആക്ച്വലി സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് മെല്ലിൻ എന്ന് പറയുന്ന ഒരു സാധനം പുറപ്പെടുവിക്കും. ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഈ ടാൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ടാൻ. ഇത് വെളുത്തിരിക്കുകയാണ് സത്യത്തിൽ. ഇവിടെ ഒരു കറുപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അത് നല്ല ടാനാണ്. ഞാൻ അതിന് ഒരുപാട് മരുന്ന് യൂസ് ചെയ്തു. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ ടാൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഫേസ് ക്രീം ഇട്ടാൽ മാത്രം പോകുന്നതല്ല. ചിലപ്പോൾ ഫാറ്റി ലിവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ നെറ്റി കറുത്തിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും വെയിലടിച്ച് ടാൻ അടിച്ചാന്ന് പറയുകയൊക്കെ ചെയ്യും. ടാൻ പല രീതിയിലുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അത്യാവശ്യം നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പോയാലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ച് നോക്കുക. ഇനിയെങ്കിലും ഒരൊറ്റ വാഷിൽ ടാൻ റിമൂവ് ആയി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തം വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക അത് നിങ്ങളെ പറ്റിച്ച ഒരു സാധനം നിങ്ങളുടെ വരും. അതെ, അത്രേ ഉള്ളൂ. ഇതിന് ഞാൻ കൂടുതൽ വീഡിയോസോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇപ്പോൾ ജാസ്മിൻ്റെ എല്ലാവരും എടുത്തുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും നല്ല പ്രൊഡക്റ്റും സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഈ ജാസ്മിൻ്റെ വീഡിയോ വെച്ച് നമ്മുടെ കൈസാണ് ഫസ്റ്റ് ചെയ്തത്. പിന്നെ അതിലും പിന്നെ യൂഷ്വൽ സൈക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ കുറേ ആൾക്കാരൊന്നും ജാസ്മിൻ്റെ കോണ്ടന്റ് അങ്ങനെ എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ആരും ഈ സോപ്പ് മേടിച്ച് യൂസ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയണ്ടേ, എല്ലാവരും വന്നിട്ട് നമ്മളെ പറ്റി പറയും.
നിനക്കൊക്കെ നാണോ മാനോ ഇല്ലേ എന്നൊക്കെ പല കാര്യങ്ങളും ഇപ്പം പണ്ടൊക്കെ പറയുമായിരുന്നു, പലതും ഇപ്പം ഞാൻ വിഴുങ്ങുന്നുണ്ടെന്ന് വെച്ചാലുള്ള കാര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ജനങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, വെറുതെ നമ്മളെ കിടന്ന് തന്തയ്ക്ക് വിളിക്കും, അത്രമാത്രം. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. വി ലവ് യു ഓൾ ഗൈസ്.